ഏകദേശമായി വരണം. എടുത്തിട്ടുണ്ട് കേട്ടോ ഷോട്ടിൻ്റെ പ്ലാൻ. ഓക്കെയാണ്, എല്ലാം എക്സൈറ്റ് ആയിട്ടുണ്ട്. ബാക്കി 20% മാത്രമാണ് ഹോൾഡിങ് കേട്ടോ. ഓക്കെയാണ്, കുറച്ച് നേരം കൊണ്ട് ഹോൾഡ് ചെയ്യാണ്. കിട്ടും, പിന്നല്ല കിട്ടാതെ എവിടെ പോകാനാണ്. 100 പിപ്പിന് വേണ്ടിയാണ് ഇത്ര ഹോൾഡ് ചെയ്തത് കേട്ടോ. 100 പിപ്പിന് വേണ്ടി ഇവിടം വരെ വെച്ചത് മാർക്ക് ചെയ്തത്. അല്ലെങ്കിൽ എൻ്റെ ഇതുവരെ തന്നെയാണ് ഉണ്ടോ ടാർഗറ്റ്. 100 പിപ്പിന് വേണ്ടി മാത്രമാണ് ഇത്രയാണ് വെച്ചത്. നേരത്തെ പറഞ്ഞാൽ പോയി ഫുഡ് കഴിക്കേണ്ട പ്ലാനാണ്. സ്റ്റോപ്പ് ലോസ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെറ്റാണ്. എവിടെ പോയാലും കഴിച്ചിട്ട് ഇത് വയറ് കഴിക്കൂല, അതുകൊണ്ട് പാസ്ത ഒന്നും ഉണ്ടാകണം. അല്ല, ഫുഡ് റെഡിയാക്കി കേട്ടാ. ഇതും കഴിച്ചിട്ട് പോയി ഇന്നലത്തെ ഒന്ന് 50 പോയിന്റ് കുറയ്ക്കണം. ഇങ്ങനെ എഴുതി കഴിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെയാണ്. ഇനിയിപ്പോൾ അടുത്ത് മൊബൈലൊന്ന് ചാർജ് ചെയ്യണം, തിരിച്ച് മൊബൈൽ എടുത്തോണ്ടെന്ന് പറഞ്ഞാൽ ഷോട്ടിൻ്റെ പ്ലാനാണ്. ഇവിടെ നിന്ന് എടുക്കേണ്ട പ്ലാന്. അടുത്ത ഒരു പ്രാവശ്യം വന്ന് അടുത്ത പ്രാവശ്യത്തിനും കൂടി വെയിറ്റ് ചെയ്യണം. ചാൻസ് പോയില്ലെന്ന് നോക്കാം. പ്ലാന് മാറ്റിയാട്ടാ. ഇവിടെ നിന്ന് ഷോട്ട് എടുക്കൂല, എപ്പോഴത്തേക്ക് ഹോൾഡ് മാത്രമേ ചെയ്യണുള്ളൂ. അത് അങ്ങനത്തെ ഒരു പൊസിഷനിൽ നിൽക്കുക. ഒരു വിഴക്കം വീണതാ ഗൈസ്. SL വലുതാവെന്ന് വിചാരിച്ചാണ് അവിടെ നിന്ന് എടുക്കാത്തത്. പിന്നെ വീണ്ടും ഇതൊരു നല്ലൊരു സൂപ്പർ എൻട്രി കിട്ടിയതിന്. അടിപൊളി ഒരു എൻട്രി കിട്ടും. നല്ലൊരു എൻട്രി പോയിന്റ് മിസ്സാക്കി ഗൈസ്. എൻട്രി പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു, ഇവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇവിടത്തെ ഞാൻ നോക്കിക്കൊണ്ട് തന്നെയായിരുന്നു. റീടെസ്റ്റ് ചെയ്തിട്ടെടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാം നല്ലതിന് തന്നെ, എല്ലാം നല്ലതിന്. ഞാൻ പടവും വരച്ചു കേട്ടോ. ഇന്നത്തെ എൻ്റെ ഡ്രോയിങ് കംപ്ലീറ്റ് ആക്കി. അതിൽ പഠിച്ചു പറഞ്ഞല്ലേ ഉള്ളൂ, അതും പഠിക്കുന്നേ ഉള്ളൂ. പെൻസിലില്ല കേട്ടോ, എന്ത് ചെയ്യാൻ. പെന്നിട്ട് കൈ അങ്ങനെ വഴങ്ങി വരണില്ല. പണ്ടത്തെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഡ്രോയിങ് പഠിക്കണം പറ്റിയിട്ടില്ല. ഇത് ഗൂഗിളിൽ നോക്കി പയ്യെ പഠിക്കാം വിചാരിച്ചു. അയ്യോ, ഇപ്പോഴത്തെ പിന്നെ എല്ലാം പോയൊന്ന് ചെക്ക് ചെയ്തിട്ട് ഇതൊന്നും വേണമെങ്കിൽ ഒരു ഷോട്ട് എടുക്കണം റെഡി കേട്ടോ. കറക്റ്റ് ഡൗൺ ആണെങ്കിൽ അത് ഇവിടെ നിന്നൊരു 30 പിപ്പിൻ്റെ ഒരു ഇതും വെച്ചിട്ട് ടാർഗറ്റ് ഇവിടെ വരെ വയ്ക്കും. ഏകദേശം എത്ര വരും? കണ്ട, നല്ലൊരു ടാർഗറ്റാണ് കേട്ടോ. അത്ര പോയില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ എടുക്കുമ്പോൾ എടുത്തതിന് ശേഷം ബാക്കി ഇവിടം വരെ വെച്ചിരുന്നാൽ മതി. 20% ഇവിടം വരെ വെച്ചിരുന്നാൽ മതി. പരിപാടി എന്ന് പറഞ്ഞാൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇറങ്ങി കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഗായ്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നേരത്തെ എന്ന് പറഞ്ഞാൽ ചെടിയൊക്കെ നോക്കി മൊബൈലൊക്കെ ഒന്ന് ചാർജ് ചെയ്തു. അത് തന്നെയാണ് പ്ലാൻ. പിന്നെ ആകാശം എന്നാണ് ഒരു വെറൈറ്റി ആണ് കേട്ടോ. കണ്ടല്ലോ, ഓക്കെ അല്ലേ? പറഞ്ഞു തുടങ്ങി കേട്ടാ. ഇനി എനിക്ക് എത്ര ഒരു 15 ദിവസം കൂടി ആകുമ്പോൾ സെറ്റാകുമെന്ന് തോന്നുന്നു. പക്ഷേ ഇത് ഇവിടത്തെ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ഈ സൈഡിലെ എനിക്ക് ടേസ്റ്റ് ഓർമ്മയില്ല. ഇവിടത്തെ അടിപൊളിയാണ്, പക്ഷേ ഈ പ്രാവശ്യം കുറവാണ്, നല്ല കുറവാണ്. ഇത് നല്ല ടേസ്റ്റാണ്, പക്ഷെ അത് ഇപ്പം ആദ്യമേ മഞ്ഞ അടിച്ചത് ഞാൻ കഴിച്ചിട്ടില്ല. ഇത് ഇനി അടുത്തെന്ന് പറഞ്ഞപ്പോൾ മൊബൈൽ ചാർജ് ചെയ്തിട്ട് കേട്ടോ. ഫുഡ് ഉണ്ടാക്കേണ്ട പ്ലാനിങ് കേട്ടോ. ഓക്കെയാണ്, റെഡിയാക്കണേ കേട്ടോ. കഴിക്കേണ്ട പ്ലാനിങ് കേട്ടോ. ഡ്യൂട്ടിക്ക് പോകാം, നേരെ ഡ്യൂട്ടിക്ക് പോകാൻ കേട്ടോ. ടൈം എന്ത് പറയാനാ. ഓക്കെ, ഞാൻ അടുത്തെന്ന് പറഞ്ഞാൽ അനാലിസിസ്, എന്നിട്ട് അനാലിസിസ് ചെയ്യുക. അത് തന്നെ, വേറെ പരിപാടിയൊന്നുമില്ല. അവൻ്റെ ഡ്യൂട്ടി, അവൻ്റെ ടൈം തീർന്ന പോലെ അനാലിസിസ് ചെയ്യും. ജസ്റ്റ് എന്ന് പറഞ്ഞാൽ സൈഫെയർ ഇൻലെറ്റ് കൂട്ടാണ്ട് ഏകദേശം 30 പോയിന്റ് കൂട്ടണം. ഇടയ്ക്കിടയ്ക്ക് എങ്ങനെയാണ് നമ്മൾ പോയി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം.
അപ്പോൾ അവൻ്റെ രീതി സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ രീതിയിൽ സെറ്റ് ചെയ്യുക. പോയി ചെക്ക് ചെയ്തിട്ട് വരും. കമ്പ്യൂട്ടറും ഓക്കെയാണ് കേട്ടോ. ആ കോർണേഷൻ്റെ ഇവിടെ ഓക്കെയാണ് കേട്ടോ. ആ അത് ഇന്നത്തെ ദിവസം ട്രേഡ് ദൂരം ഒന്നും എടുത്തിട്ടില്ല, അനാലിസിസ് മാത്രമേ ചെയ്തുള്ളൂ. ഇന്നലത്തെ ട്രേഡിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ, രാത്രി എടുത്തതാണ്. ഇന്ന് ഇതുവരെയും ട്രേഡ് എടുത്തിട്ടില്ല. പിന്നെ ഡ്യൂട്ടി ചെയ്തത് ഇന്ന് ഡ്യൂട്ടി ചേഞ്ച് ആവും. അതായത് രാവിലെ ഞാൻ തന്നെ ആയിരിക്കും, വർക്ക് കൂടുതലായിരിക്കും, തലവേദനയും കാണും, വർക്ക് ശരിയാവാത്തതിൻ്റെ അത് തന്നെ. പിന്നെ ഫുഡ് ഉണ്ടായി കഴിച്ച് രാത്രി, ഇന്നലത്തെ രാത്രിയിലെ ജോലി കുഴപ്പമില്ല, ഇന്ന് കയറിയതേ ഉള്ളൂ. ഇതുവരെ ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇനിയിപ്പോൾ ഈ മീറ്ററിൻ്റെ ഫോട്ടോ എടുക്കുന്ന ഒരെണ്ണിൻ്റെ ലെവൽ നോക്കിക്കൊണ്ടുപോയിരിക്കുന്നു. അത് എന്തായിരുന്നു അതും നോക്കാൻ വേണം. മീറ്ററിൻ്റെ ഫോട്ടോ എടുത്താൽ മതി കേട്ടോ, ബാക്കിയെല്ലാം ഓക്കെയാണ്. റീഡിങ് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓക്കെയാണ്. എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളതും സൈഫെ അഡ്ജസ്റ്റ് ചെയ്യാണ്ട് 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് അനാലിസിസ് നോക്കിക്കൊണ്ടിരിക്കുന്നു ഉണ്ടല്ലോ. അനാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഒരു ചെറിയൊരു പടം കൂടി വരയ്ക്കണമെന്നുണ്ട്. പഠിക്കുന്നല്ലേ ഉള്ളൂ, അതും പഠിക്കുന്നല്ലേ ഉള്ളൂ. പണ്ടത്തെ ആഗ്രഹമായിരുന്നു, ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. പിന്നെ എഡിറ്റിങ്, ഗെയിം കളി നോക്കാം, എഡിറ്റിങ് അത് തന്നെ. താങ്ക് യു ഫോർ വാച്ചിങ് ഗായ്സ്. എല്ലാം ചെറിയ ചെറിയ പരിപാടികൾ, എല്ലാം 1-2 മണിക്കൂറത്തേക്ക് തന്നെ.